ഇതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഐസ്, കഴിഞ്ഞ ദിവസം വീണ സ്നോ. കളിക്കട്ടെ. നമ്മുടെ ഡ്രൈവ് ഞങ്ങൾ ക്ലീൻ ചെയ്തു. അടുത്ത് നമ്മുടെ നെയ്ബർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ കാറിൻ്റെ മുകളിലുള്ള ക്ലീൻ ചെയ്യുക. ഞങ്ങൾ ഇന്നലെ രാത്രി ക്ലീൻ ചെയ്തായിരുന്നു. ഇന്നലെ ഒരു 11 മണി, രാത്രി 11 മണിക്ക് ശേഷം വീണില്ലാന്ന് തോന്നുന്നു. എനിവേ, ഇത് ഞങ്ങളുടെ വീടിന് മുമ്പ് കണ്ടോ കോരിയിട്ടിരിക്കുന്നത്, ഞങ്ങൾ ഐസ് കോരിയിട്ടിരിക്കുന്നതാണ്. പറക്കുന്ന കണ്ട കാറ്റത്ത്, നല്ല കാറ്റാണ്. കാറ്റത്ത് ഇങ്ങനെ ഐസ് പറക്കും. നിങ്ങൾ കാണാൻ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. എനിവേ, ഫ്രീസിങ് കോൾഡ്, -10 -12 ഒക്കെയാണ്. നല്ല ഭംഗി ഇങ്ങനെ കിടക്കുന്ന കാണാം, പക്ഷേ ലൈഫ് മിസറബിൾ. വീടിൻ്റെ മുകളിലൊക്കെ കണ്ട, വീടിൻ്റെ മുകളിലൊക്കെ അല്ല അതെല്ലാം ഐസ് കിടക്കുന്നതെല്ലാം വെളുത്ത് കിടക്കുക, വെള്ള വിരിച്ച പോലെ. നല്ല ഭംഗിയായി. ഇത് ഇച്ചിരി കഴിയുമ്പോൾ ചെളി പോലെയാവും. കാരണം ഇതൊക്കെ കുറച്ച് ഉരുകാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ഇതിനോട് ഈ സോൾട്ടൊക്കെ ഇടും റോഡിലൊക്കെ. ആ റോഡ് സൈഡിൻ്റെ അവിടെയൊക്കെയുള്ളത് മെൽറ്റായി കഴിയുമ്പോൾ നല്ല ചെളി പോലെയാവും ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളമായിട്ട് മാറും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. ഭയങ്കര സ്ലിപ്പറി ആയിട്ട് വീഴും. അങ്ങനെ വീഴാൻ വേണ്ടിയിട്ടുള്ള ചാൻസാണ്. തെന്നലാവും. പിന്നെ എന്നാ, ഇതാണ് വിൻ്റർ ഇൻ കാനഡ. ഇന്ന് കുറച്ച് സണ്ണി ഡേ ആണ്, പക്ഷേ നല്ല തണുപ്പാണ്. ചിലരൊക്കെ പാർഷ്യലി റിമൂവ് ചെയ്തിട്ട് കൊണ്ടുപോകണ്ട. ആ വണ്ടിയുടെയൊക്കെ മുകളിൽ മുഴുവൻ ഐസ് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം കാണാൻ വേണ്ടി ഓക്കെ ആകുമ്പോഴത്തേന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും വണ്ടി. അങ്ങനെ ചെയ്യരുതെന്നാണ്. കാരണം ഇത് മുകളിൽ നിന്ന് പറന്നിട്ട് പുറകിലുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആകാമല്ല, ഡ്രൈവറിന്. അങ്ങനെ ചെയ്യരുതെന്നാണ്. പക്ഷേ എന്നാലും പീപ്പിൾ ഡു. ഇതെൻ്റെ കൃഷി രാവിലെ